ഹലോ നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു പരിപ്പ് വടേൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വളരെ സിമ്പിൾ ആൻഡ് ഈസിയാണ്. അതിന് വേണ്ടത് ആദ്യം നമ്മൾ ചനാ ദാൽ സോക്ക് ചെയ്ത് വെക്കണം. നമ്മുടെ മാർക്കറ്റിൽ പല തരം ദാൽ കിട്ടും. പരിപ്പ് വടേൻ്റെ ദാലെന്ന് പറഞ്ഞിട്ട് തന്നെ കിട്ടും. അത് യൂസ് ചെയ്യരുത്. ചനാ ദാലാണ് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് നമുക്ക് തരാം കേട്ടോ. ഈ ചനാ ദാലിന് 1 മണിക്കൂർ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചാൽ മതി. തലേ ദിവസം രാത്രി ഒന്നും ഇട്ട് വെക്കരുത്. ഇതിനെ എടുത്തിട്ടൊരു മിക്സർ ജാറിലേക്ക് ഇടണം. അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഒരു 1-1.5 ടേബിൾ സ്പൂൺ കുറച്ച് എടുത്തിട്ട് മാറ്റി വെക്കണം. എന്നിട്ട് ബാക്കിയുള്ളത് മാത്രമേ നമ്മൾ അരയ്ക്കാൻ പാടുള്ളൂ. അരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പൾസ് ചെയ്താൽ മതി. കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പേസ്റ്റ് ആക്കരുത്. ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് പേസ്റ്റ് ആക്കാണ്ട് കുറച്ച് ഇങ്ങനെ പീസസ് തരികളുള്ള പോലെ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള അതിനെടുത്തിട്ട് ആ ബാക്കിയുള്ള മാറ്റി വെച്ച ചനാദാലിൻ്റെ കൂടെ നമ്മൾ മിക്സ് ചെയ്യണം. ഈ മിക്സിലേക്ക് ഞാനൊരു 10-15 ചെറിയ ഉള്ളി, നിങ്ങൾക്ക് വേണമെങ്കിൽ സബോളയും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് 2-3-4 പച്ചമുളക്, നിങ്ങൾക്ക് എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. 2 കൊത്ത് കറിവേപ്പില, അതിനെ റഫ്ലി ചോപ്പ് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത്, കുറച്ചുകൂടി ഫ്ലേവറൊക്കെ പുറത്ത് വരാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ഇത് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ചിലവർക്ക് ഇതിലേക്ക് കുറച്ച് ജീരകവും വെളുത്തുള്ളിയും മല്ലിയിലൊക്കെ ഇടാറുണ്ട്. അപ്പോൾ നമ്മുടെ കുറച്ചുകൂടി തമിഴ്നാടും ഒരു കർണാടക സ്റ്റൈലിലേക്കൊക്കെ വരും. മസാല വട എന്നാണ് അതിനെ ഇവിടെ പറയുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതും കൂടി ആഡ് ചെയ്തിട്ട് ഒരു വ്യത്യാസമുള്ളൊരു ഫ്ലേവറാണ്. അപ്പം ഞാൻ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ തനി നാടൻ പരിപ്പ് വടയാണ് കേട്ടോ. ഇതെങ്ങനെ ഇതിൻ്റെ പാകം അറിയാമെന്ന് വെച്ചാൽ, ഇത് നമ്മൾ കുറച്ച് കയ്യിലേക്ക് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്കൊരു പേട പോലെ, അല്ലെങ്കിൽ ആ ഷേപ്പിലേക്ക് കറക്റ്റായിട്ട് നമുക്ക് കയ്യിൽ വെക്കാൻ പറ്റണം. അഥവാ ഇനിയിപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾ വെള്ളം ചേർക്കാണ്ട് രണ്ടും മിക്സ് ചെയ്യേണ്ട, പക്ഷേ നിങ്ങൾക്ക് കുറച്ചുകൂടി പേസ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കടലമാവ് ഈ സമയത്ത് അങ്ങനെ ആവില്ലാന്ന് വെച്ചാൽ കടലമാവ് വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ വെള്ളം ചേർക്കാണ്ട് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വരും. എന്നിട്ടൊരു കടായിലേക്ക് എണ്ണ നമ്മൾ മീഡിയം ഫ്ലെയിം, പരിപ്പ് വട ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എണ്ണ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ പാടുള്ളൂ. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പുറമെ അത് നല്ല കരിഞ്ഞ പോലെ ആവുകയും ചെയ്യും, ഉള്ളിൽ വേവില്ല. അപ്പോൾ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടേ നമ്മൾ ഉണ്ടാക്കാൻ പാടുള്ളൂ കേട്ടോ. അതേപോലെ തന്നെ കുറച്ച് ഇങ്ങനെ ബബിൾസ് വന്നു വെച്ചാൽ ഒരു തരി ഇട്ട് നോക്കുക. അപ്പോൾ അതിങ്ങനെ പൊന്തുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എണ്ണ റെഡിയാണ്, വല്ലാണ്ട് ചൂടില്ല, എന്നാൽ കുക്കാവണമുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കറക്റ്റ് ഇത്തിരി ഒരു പേട പോലെ ഇതുപോലെ. ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് ട്രിപ്പ് ഉണ്ടാക്കുന്നത് വലുതും സെക്കൻഡ് ട്രിപ്പ് ഇട്ടാക്കിയിരിക്കുന്നത് മിനിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കറക്റ്റായിട്ട് ഇടാൻ പറ്റും. അപ്പോൾ ഇതായിരുന്നു മിനി ആയിട്ടും ഉണ്ടാക്കാം, നിങ്ങൾക്ക് വലുതായിട്ടും ഉണ്ടാക്കാം. ഈ മാവ് നമ്മൾ ഇന്ന് വൈകുന്നേരം ഉണ്ടാക്കുകയാണെങ്കിൽ നാളെ വൈകുന്നേരം വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ 2 ദിവസം ഈവനിങ് ടൈം 2 ദിവസം വരെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇത് വളരെ ഹെൽത്തിയാണ്, വളരെ ഈസിയാണ് നമുക്ക് ഉണ്ടാക്കാൻ. നമുക്ക് പുറമേ വാങ്ങിച്ച് വരുമ്പോൾ നമ്മുടെ വയറിനൊക്കെ ഒരുമാതിരി ഒരു അസ്വസ്ഥതയൊക്കെ ഉണ്ടാവും. ഒന്നിൻ്റെ മീതിയൊന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല. പക്ഷേ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വിശ്വസിച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണ് ഈവനിങ് ടൈമിൽ. അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.